ഇന്നത്തെ പുറത്തേക്ക് വന്ന ചിത്രത്തിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടല്ലേ? പ്രതീക്ഷ കാണേണ്ടത് മുമ്പ് ചിത്രം പുറത്തു വന്നപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞത് കാരേറ്റുകാരനായ ഇയാൾ യാദൃശ്ചികമായി എന്നെ കണ്ട് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് ക്ഷണിച്ചപ്പോൾ ഞാൻ വീടിന്റെ താക്കോൽ ദാന ചടങ്ങിന് പോയതാണ് എന്നാണ്. യാദൃശ്ചികമായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെട്ടതെന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. സോണിയാഗാന്ധിയുടെ സന്ദർശനം അത് ഒരു തരത്തിൽ നിഷേധിക്കാൻ കഴിയില്ല. കാരണം സോണിയാഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്ന ചിത്രമുണ്ടല്ലോ. അന്ന് പറഞ്ഞത് ഞാൻ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂട്ടിക്കൊണ്ടുപോയതല്ല, മറിച്ച് അവർ ഡൽഹിയിൽ വന്ന് സോണിയാഗാന്ധിയെ കാണാൻ ആ സന്ദർഭത്തിൽ തീരുമാനിച്ചപ്പോൾ അല്ലെങ്കിൽ അവർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയ സന്ദർഭത്തിൽ അവരെന്നെ കൂട്ടി പോയതാണ്, ഞാൻ അവരെ കൂട്ടി പോയതല്ല എന്ന് പറഞ്ഞു. എന്തായാലും ഇയാളുമായിട്ടുള്ളത് ഒരു യാദൃശ്ചികമായ ഏതോ ഒരു വിദൂരമായ ബന്ധം എന്നായിരുന്നു അടൂർ പ്രകാശ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും കാലം. പക്ഷെ ഇന്ന് പുറത്തു വന്ന ചിത്രങ്ങളിൽ നിന്നും പിന്നെ ഇവിടെ സൂചിപ്പിച്ച സാക്ഷിമൊഴികളിൽ നിന്നും വ്യക്തമാവുന്നത് എന്താണെന്ന് വെച്ചാൽ നിരന്തരമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശ് തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അവർ തമ്മിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇടപാടുണ്ടെന്ന് ഞാൻ ആരോപിക്കുന്നില്ല. പക്ഷെ വസ്തുത എന്താണ്? പുളിമാത്ത വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പലവട്ടം അടൂർ പ്രകാശ് പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട് വെഞ്ഞാറമൂടാണ്. വെഞ്ഞാറമൂട് സഹോദരിയുടെ മകളുടെ കല്യാണം നടന്നപ്പോൾ കല്യാണ തലേന്ന് അടൂർ പ്രകാശ് പോയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും നേരത്തെ പറഞ്ഞ രമേശ് റാവുവും അടക്കം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിൽ അടൂർ പ്രകാശിന് എന്തൊക്കെയോ സമ്മാനം കൊടുക്കുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഈന്തപ്പഴമായിരുന്നു എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. യാദൃശ്ചികമല്ല, നിരന്തരമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്ത വീട്ടിലും സഹോദരിയുടെ വീട്ടിൽ കല്യാണത്തിനും പിന്നെ ബാംഗ്ലൂരിലും ഒക്കെ ബന്ധപ്പെടുന്ന നിരന്തര സമ്പർക്കം ഉണ്ടായിരുന്ന ഒരാളാണ്. ഇവിടെ അടൂർ പ്രകാശിനെ സംബന്ധിച്ച് അടൂർ പ്രകാശ് വളരെ ഡെലിബറേറ്റ് ആയി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം മറച്ചു വെച്ചിട്ടുണ്ട്. അത് വസ്തുതയാണ്, മറച്ചു വെച്ചിട്ടുണ്ട്. യാദൃശ്ചികമായി എന്നെ ജീവകാരുണ്യത്തിന് ക്ഷണിച്ചതാണ് എന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്താ? അങ്ങനെയല്ല, നിരന്തരമായി ഇവർ തമ്മിൽ സമ്പർക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ. അതിനെന്താണ് മുമ്പ് പറഞ്ഞത് ഇപ്പൊ പറഞ്ഞത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് അടൂർ പ്രകാശ് വിശദീകരിക്കേണ്ടത്. അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി UDF പക്ഷത്തിൽ ഉണ്ടാക്കുന്നതാണ്. കാരണം UDFന്റെ കൺവീനറാണ്. ഒറ്റിയെ കേറ്റി എന്നുള്ള പാട്ട് നിയമസഭയിൽ അടക്കം പാടുന്നത് നമ്മൾ കണ്ടു. അതേപോലെ ഭരണപക്ഷം തിരിച്ചടിക്കുന്നുണ്ട്. ഈ അടൂർ പ്രകാശുമായി ഒത്തുള്ള ചിത്രങ്ങൾ പുറത്തേക്ക് വന്നതോടുകൂടി നിശ്ചയമായിട്ടും UDF ഒരടി പുറകോട്ട് പോകുന്നുണ്ട്, പ്രതിരോധത്തിലാവുന്നുണ്ട്, സംശയമില്ല.